ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്നുള്ളത് ബാംഗ്ലൂരാണ്. ആൻഡ് ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഈസ് മെയിൻലി അബൌട്ട് മേഘ്ന ബിരിയാണി കഴിക്കാൻ പോകുന്നത്. ആൻഡ് മേഘ്ന ബിരിയാണിയും കഴിക്കാൻ പോകുമ്പോൾ നമുക്ക് കുറച്ച് ഷോപ്പിങ്ങും ചെയ്യാം. ബാംഗ്ലൂരിനെ പറ്റി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണെന്ന് പറയുക, ഇവിടുത്തെ വെതറാണ്. കാരണം നമ്മൾ മുടിയൊക്കെ ഇങ്ങനെ ഏരിയ അങ്ങോട്ട് വെച്ച് സെറ്റായിരിക്കണമല്ലോ ഇരിക്കും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം. എല്ലാം ഇവിടുത്തെ ഭയങ്കര ഇഷ്ടമാണ് സത്യം പറഞ്ഞാൽ. ഐ എം സോ ഹാപ്പി. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ബാംഗ്ലൂർ വരാമല്ലോ എന്ന് ഓർക്കുമ്പോൾ. അതെന്താണെന്ന് ഞാൻ പറയാം. ഇപ്പം ആക്ച്വലി നട്ടുച്ചയായിട്ടില്ലേ, നല്ല തണുപ്പാണ്. നമ്മുടെ അവിടെ ആണെങ്കിൽ ഇപ്പോൾ കരിഞ്ഞ് നമ്മളൊരു ഉണങ്ങി വരും. നട്ടുച്ചല്ല 3 മണി, പക്ഷെ 1 മണിക്ക് ഞാനിവിടെ കിടന്ന് ഉറങ്ങിയായിരുന്നു. അപ്പം ഞാൻ ഫാനും കൂടി ഇട്ടില്ല, അത്ര നല്ല തണുപ്പ്. സൂപ്പർ വെതർ. കൂക്കി വിടൂ സ്റ്റെപ്പ് ഇറങ്ങി സ്റ്റെയറാന്ന് വിചാരിച്ചിട്ട് ഒരു വീടിൻ്റെ അകത്ത് പോയി ഞാൻ. ഇവിടെ ഫുള്ള് നല്ല പൊരിഞ്ഞ സമൂസ ഇങ്ങനെ പുറത്ത് വെച്ചേക്കുന്നത്. സമൂസ മാത്രമല്ല, ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്തൊക്കെ വെച്ചേക്കുന്നത്. എനിക്കിങ്ങനെ എപ്പോഴും തോന്നാറുണ്ട്, എൻ്റെ ഒരു ലൈഫ് പർപ്പസ് എന്ന് പറഞ്ഞത് ഇങ്ങനെ ബാംഗ്ലൂർ വന്നിട്ട് മേഘ്ന ഫുഡ്സിൻ്റെ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ പോയിട്ട് മേഘ്ന ബിരിയാണി കഴിക്കേണ്ടതാണെന്ന്. ഇവിടെ നിന്ന് നിങ്ങൾ ട്രൈ ചെയ്യേണ്ടത് മേഘ്ന ബോൺലെസ് ചിക്കൻ ആണ് കേട്ടോ. ബോൺലെസ് ചിക്കൻ ബിരിയാണി അതാണ് ട്രൈ ചെയ്യേണ്ടത്. ഇവിടുത്തെ സ്പെഷ്യൽ ഉണ്ട്, പക്ഷെ അതിൽ എഗ് മിക്സ് ഉണ്ട്, അത് കൊള്ളില്ലെന്നല്ല, ഇറ്റ്സ് നോട്ട് ബൈ ടൈം. ഞാൻ ആദ്യമായിട്ട് മേഘ്ന ബിരിയാണിനെ പറ്റി കേൾക്കുന്നത് പേളീൻ്റെ വ്ളോഗിൽ നിന്നാണ്. അന്ന് മുതലേ ഇങ്ങനെ ആഗ്രഹമുണ്ട് ഇത് ട്രൈ ചെയ്യണമെന്ന്. പക്ഷെ അപ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല എനിക്ക് ബാംഗ്ലൂർ പോകാൻ പറ്റുമെന്നൊക്കെ. പക്ഷെ ഞാനത് ആദ്യമായിട്ട് ട്രൈ ചെയ്തത് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. പിന്നെ ഈ ഒരു ബിരിയാണി ഫുൾ ബിരിയാണി ഒരിക്കലും ഒരാൾക്ക് കഴിക്കാൻ പറ്റില്ല, ഇത് ഷെയർ ചെയ്ത് കഴിക്കണം. നമ്മൾ ഭയങ്കര ബിരിയാണി ലവറാണെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അല്ലാണ്ട് ആൾക്കാർക്ക് ഇത് നോർമൽ റൈസും ബോൺലെസ് ചിക്കൻ്റെ മീറ്റ് അങ്ങനെ ഫീൽ ചെയ്യുള്ളൂ. പക്ഷെ ബിരിയാണി ലവറാണെങ്കിൽ എന്തായാലും ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. ഇഷ്ടപ്പെട്ടില്ലേന്നാ എനിക്കിപ്പോൾ തന്നെ തീരണോർത്തിട്ട് വിഷമമായിട്ട് വയ്യാം. ആഗ്രഹം എനിക്ക് ആരോഗ്യമുള്ള വരെ എല്ലാ കൊല്ലവും വന്ന് കഴിക്കാൻ പറ്റണം. ഭയങ്കര ഹാപ്പിയാണ് ബിരിയാണി കഴിച്ചത്. പക്ഷേ ഞാൻ ബിരിയാണി ഫാൻ അല്ല, പക്ഷേ നല്ല കൊള്ളാം. ഞാൻ പ്രോൺസ് ബിരിയാണി കഴിച്ചു. ഐ എം നോട്ട് ഇവൻ എ ബിരിയാണി പേഴ്സൺ. എനിക്ക് ബിരിയാണി ഒരു വികാരമില്ലാത്തൊരു സാധനമാണ്, അതുകൊണ്ട് എനിക്ക് ഒന്നും തോന്നുന്നില്ല. ഓക്കെ ബൈ. അപ്പം ബിരിയാണി ഇഷ്ടമുള്ളവർ മാത്രം ഇതൊന്ന് കഴിക്കുക, അല്ലാണ്ട് ഇത്ര ഹൈപ്പൊക്കെ കേട്ടിട്ട് വന്ന് കഴിക്കരുത്. ബിരിയാണി ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം. പക്ഷെ എൻ്റെ മനസ്സ് നിറഞ്ഞു, ഇനി എനിക്കൊന്നും വേണ്ട, ഞാൻ വീട്ടിൽ പോണേ തിരിച്ച്. ഞങ്ങൾ ഈവനിങ് ഒക്കെ ആയപ്പോൾ ഒന്ന് ചേർച്ച് സ്ട്രീറ്റിലൊക്കെ ഇറങ്ങി തെണ്ടി നടന്ന്, എന്നിട്ട് അവിടെ യൂണിസിയോൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പിൽ പോയിട്ട് മറ്റേ ക്ലോ മിഷനിൽ പാവ കിട്ടൂലേ, ആ ഒരു ഗെയിം കളിച്ചിട്ടുണ്ട്. എനിക്ക് ആദ്യമായിട്ട് ജീവിതത്തിൽ ഒരു പാവയൊക്കെ കിട്ടി. ഭയങ്കര ഹാപ്പി ഡേ ആയിരുന്നു. ചെയ്തോ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച ആ ഒരു ഡേ അങ്ങനെ അങ്ങോട്ട് എൻഡ് എത്തിയതേ ഓർമ്മ അങ്ങോട്ട് ഉറങ്ങിപ്പോയി. അത്ര ടയർഡായിരുന്നു. അൻവർ പറയുന്നത് ഇവിടുത്തെ ഒരു പൊറോട്ട നമുക്ക് പുതച്ചടക്കാന്നാണ്. അതായത് എടുക്കും, വീട്ടിൽ വെച്ചിട്ടില്ല.